കൊമ്പൻ കബാലിയുടെ മദപ്പാടിൽ മലക്കപ്പാറയിലെ വിനോദസഞ്ചാര പെരുമയുടെ മേൽ ഭീതിയുടെ നിഴൽ പരത്തുന്നു. കാട്ടാന മണിക്കൂറുകളോളം നടുറോഡിൽ നിന്ന് വാഹനങ്ങൾ തടയുന്നതോടെ അക്ഷരാർത്ഥത്തിൽ കിഴക്കൻ മേഖല സ്തംഭിക്കുകയാണ്. ഒപ്പം ആദിവാസി സമൂഹം അടക്കമുള്ള പാവപ്പെട്ടവരുടെ ദൈനംദിന ജീവിതവും. കേരളത്തിന് അകത്തും പുറത്തും നിന്നുമായി മലക്കപ്പാറയുടെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ്. അതിരപ്പിള്ളിയും വാഴച്ചാലും കണ്ട ശേഷം മലക്കപ്പാറ വാൽപ്പാറ വഴി പോകുന്ന നിരവധി സംഘങ്ങളും ഇപ്പോൾ സജീവമാണ്. ടൂറിസം വകുപ്പിന് ഇതുമൂലമുണ്ടാകുന്ന നേട്ടം ചില്ലറയല്ല. പരിയാരം മുതൽ അതിരപ്പിള്ളി വരെയുള്ള റിസോർട്ടുകാർക്കും വിനോദസഞ്ചാരികളുടെ കുത്തൊഴുക്ക് അനുഗ്രഹമാണ്. പ്രാദേശിക കച്ചവടക്കാരുടെ ജീവിതോപാധി കൂടിയാണ് അതിരപ്പിള്ളി മലക്കപ്പാറ പ്രകൃതി സൗന്ദര്യം. പക്ഷേ ഇതെല്ലാം കാട്ടാനകൾ തകർക്കുന്ന കാഴ്ചയാണ് ഏതാനും വർഷമായി കാനനപാതകളിൽ കാണുന്നത്. നാട്ടുകാരുടെ കൃഷിയിടത്തിലേക്ക് കൂട്ടത്തോടെ എത്തുന്ന ആനകൾ റോഡരികിൽ നിലയുറപ്പിക്കുമ്പോൾ യൂട്യൂബർമാർ ചുറ്റും കൂടുന്നതും അതിരപ്പിള്ളിയിലെ പൊതുജീവിതത്തിന് വെല്ലുവിളിയായി മാറുന്നുണ്ട്. ഇതിനിടെ ആനകൾ അക്രമാസക്തരാകുന്നു. ഇപ്പോൾ വെറ്റിലപ്പാറ പ്ലാന്റേഷൻ മേഖലയിൽ നിന്ന് അപ്രത്യക്ഷമായ ഏഴാറ്റുമുഖം ഗണപതി എന്ന കാട്ടാന മേഖലയിൽ കാട്ടിക്കൂട്ടിയ കുഴപ്പങ്ങൾക്ക് കയ്യും കണക്കുമില്ല. എപ്പോൾ വേണമെങ്കിലും ഗണപതി തിരിച്ചെത്തും. ഇപ്പോൾ കബാലിയാണ് പ്രശ്നമുണ്ടാക്കുന്നത്. വന്യജീവി സംരക്ഷണം മാത്രം നോക്കുമ്പോൾ അതിരപ്പിള്ളി പഞ്ചായത്തിലെ മൊത്തം ജീവിതം കാടിന് സമാനമാകുമെന്ന് നാട്ടുകാർ പറയുന്നു. തുടർച്ചയായി 5-ാം ദിവസവും ഗതാഗതം തടയുന്ന കബാലിയുടെ പരാക്രമണം മൂലം ഗതാഗത നിയന്ത്രണം കൊണ്ടുവരാൻ വനം വകുപ്പ് ആലോചിക്കുകയാണ്. ഈ നീക്കങ്ങളെല്ലാം ബാധിക്കുന്നത് വിനോദസഞ്ചാര മേഖലയാണ്. ആനഭീഷണിയുടെ കുപ്രസിദ്ധിയിൽ ആളുകൾ മുഖം തിരിച്ചാൽ അത് വിനോദസഞ്ചാരത്തിന് തിരിച്ചടിയാകും. KSRTC നടത്തിക്കൊണ്ടിരിക്കുന്ന ബഡ്ജറ്റ് ടൂറിസവും തടസ്സപ്പെടും. കബാലി അടക്കമുള്ള അതിരപ്പിള്ളിയിലെ ആനഭീഷണി തടയണമെന്നാണ് അതിരപ്പിള്ളിയിലെ ജനങ്ങളുടെ ആവശ്യം. TCV ന്യൂസ്, ചാലക്കുടി.